ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൽ കോട്ടൺ സാരീസാണ്. 120 കൗണ്ടിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ മൽ കോട്ടൺ സാരീസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ ചെക്ക് വിത്ത് എംബ്രോയ്ഡറി വരുന്നതുമുണ്ട്, ചെക്ക് പാറ്റേണും ഉണ്ട്. ഇപ്പം നമ്മുടെ മദ്രാസ് കട്ടം ചെക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം ചെക്ക് സാരീസിന് ഭയങ്കര എൻക്വയറിയാണ്. അത് മൽക്കോട്ടനിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇത്. പഞ്ഞി പഞ്ഞി പോലെ ഉടുത്തു കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിളായിട്ട് സ്റ്റൈലിഷായിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഇതേപോലെ കേട്ടോ. ഇത് മാറി വേറെ ഒരു കോസ്റ്റ്യൂം ഇടാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതൊരെണ്ണം ഉടുത്ത് കാണിച്ചേനെ. അത്രയും ഭംഗിയാണ്. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്കിത് എടുത്തിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാം. കണ്ടോ, ഇതേപോലെ ചെക്കിൽ എംബ്രോയ്ഡറി. അപ്പോൾ ഒരു ഫെസ്റ്റീവ് ഓണം വൈബ് തരുന്ന ഒരു സാരിയാണ്. ഇതിൽ ഒരുപാട് പീസൊന്നും നമുക്ക് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ടാസിൽസ് ആണ്, വൈറ്റ് ആൻഡ് ആ ഒരു യെല്ലോ വരുന്നത്. പിന്നെ ഇതിന് നമുക്ക് ഗ്രീൻ ബ്ലൗസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ യെല്ലോ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ്, മീൻസ് റണ്ണിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1450 ആണ് കേട്ടോ. ഇനി ചെക്ക് മാത്രം ഉള്ളതും ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇനി കാണിക്കാം. കുറച്ച് ഇതേപോലത്തെ എംബ്രോയ്ഡറി വരുന്നുണ്ട്, അത് കാണിച്ചിട്ട് ചെക്ക് മാത്രം ഉള്ളതും കാണിക്കാം കേട്ടോ. ഭയങ്കര സുഖമായിട്ട് വെയർ ചെയ്യാം. നിങ്ങൾ മൺകോട്ടൺ സാരി ഉടുക്കാത്തവരുണ്ടെങ്കിൽ വൺസ് ഒന്ന് വെയർ ചെയ്ത് നോക്കണം. അതിൻ്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഉടുക്കുള്ളൂ. പിന്നെ ഇത് മെറ്റീരിയൽ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെ ഏജ് ആയവർക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. കാരണം ഇത് ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത ഇതേപോലെ തിൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയൽ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. പ്യുവർ മൽക്കോട്ടൺ. അടുത്തതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ്. അതിൽ എംബ്രോയ്ഡറി വരുന്നത് നമ്പർ 2 ആണ് കേട്ടോ. കേട്ടോ, നല്ല ഭംഗിയാണ്. ഇതേപോലെ വരിക. ഇതിനും ഇങ്ങനെ സിംഗിൾ കളർ ടാസിൽസ് ആണ് വരുന്നത്. ഉടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്. ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. എല്ലാം വിത്ത് ബ്ലൗസായിട്ടാണ് വരുന്നത്. സോഫ്റ്റ് മൽക്കോട്ടൺ സാരീസ് 1450 ആണ് റേറ്റ്. അടുത്തതാ ഇതേപോലെയാണ്, നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വിത്ത് എംബ്രോയ്ഡറി. ഇതിങ്ങനെ കാണുന്ന പോലെയല്ല, വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യുണീക്ക് ലുക്കാണ്, ഭയങ്കര ഭംഗിയുമാണ് കാണാൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ടാസിൽസ് കണ്ടോ, ബ്ലൂ ആൻഡ് വൈറ്റ് ആയിട്ടാണ് ടാസിൽസ് വരുന്നത്. വേഗം വേഗം കാണിച്ചു പോവാണ് കേട്ടോ. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എംബ്രോയ്ഡറി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെക്കിൻ്റെ കാണിച്ചിട്ട് എല്ലാത്തിനും ഹ്യൂജ് എൻക്വയറി ആയിരുന്നു. അപ്പോൾ പ്ലെയിൻ ചെക്സും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്ലെയിനും ഉണ്ട്, അതിൽ എംബ്രോയ്ഡറി ഉള്ളതും ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഇതേപോലെ ടാസിൽസും വരും കേട്ടോ. എല്ലാം വിത്ത് ബ്ലൗസായിട്ട് 120 കൗണ്ട് മൽക്കോട്ടൺ ആണ് വരുന്നത്. റേറ്റ് 1450. ഇത് തന്നെ പല റേഞ്ചിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ക്വാളിറ്റീനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. മാത്രമല്ല നമുക്ക് കിട്ടുന്ന പ്രൈസിനനുസരിച്ചിട്ടുമാണ് എല്ലാത്തിനും പ്രൈസിങ് വരുന്നത് കേട്ടോ. അടുത്തത് നല്ല പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ, ഇതേപോലെ കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു സാരിയാണ്. ഇതേപോലെ ഉടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സാരി ഉടുത്ത ഒരു ഫീലേ ഇല്ല. വൈകിട്ട് വരെ നമുക്കിതിൽ നിൽക്കാം. പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു ചെക്ക് പാറ്റേൺ അല്ലേ, ഇതേപോലെ കേട്ടോ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ചെക്ക് പാറ്റേൺ ആണ്, ചെക്ക് മാത്രമുള്ളത് കേട്ടോ. ഭയങ്കര സൂപ്പർബാണേ. ഇപ്പോൾ മഴ സമയമാണെങ്കിലും സമ്മർ ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് വെയർ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇതേപോലെയാണ് പല്ലു വരിക കണ്ടോ, വിത്ത് ടാസിൽ നമ്പർ 6. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതേപോലെ വരിക കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് സാരിയായിട്ട് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഒരു സാരിയാണ്. പ്യുവർ മൽക്കോട്ടൺ. ഇതിൻ്റെ റേറ്റ് 1400 ആണ്, 1400. ഇതാ ഇതേപോലത്തെ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഭയങ്കര രസമായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. 1 ലെയറിൽ ഇട്ടിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ട് അങ്ങനെ. ഇതാ കണ്ടോ,
ഇതേപോലെയാണ്, വിത്ത് ടാസിലാണ്, നമ്പർ 7 ആണ്. ഇതിൻ്റെ ബ്ലൗസ് ചെക്കായിട്ടാണ് വരുന്നത്. ഇത് വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു റെഡ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയും പറ്റും. ഇങ്ങനെയാണ് സാരി വരും. ഭയങ്കര സോഫ്റ്റാണ്. അടുത്തത് യെല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ. ഇത് ഒരുപാട് പേര് കഴിഞ്ഞ തവണ ചോദിച്ചു. ഇപ്പോഴും നമുക്ക് ലിമിറ്റഡ് പീസാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. ഇതൊക്കെ ഉണ്ടോ, വിത്ത് ഇതേപോലത്തെ ടാസിലാണ്. നല്ല ഭംഗിയുള്ള പഞ്ഞ് പോലത്തെ ഒരു സാരി. ബ്ലൗസ് റണ്ണിങ് തന്നെയാണ് വരിക കേട്ടോ. 1400 ആണ് റേറ്റ് വരിക. ഇനി ഇത് നിങ്ങൾക്ക് യെല്ലോ ബ്ലൗസോ വൈറ്റ് ബ്ലൗസോ ഒക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് ബ്ലൗസായിട്ടും സ്റ്റൈൽ ചെയ്യാം. അടുത്തതാ ചെക്ക് പാറ്റേൺ തന്നെ പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക് വൈറ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. വിത്ത് ടാസിലാണ്. എടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ ബ്ലാക്കും വൈറ്റും മെറൂണൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ഇതേപോലെ കേട്ടോ, നല്ല ഭംഗിയാണ് പെയർ ചെയ്ത് വരുമ്പോൾ. മൽക്കോട്ടണിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഇതേപോലെ കണ്ടോ, ലൈൻ പാറ്റേൺ ആണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസുമായിട്ട് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ. കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സാരീസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ 1-2 വീഡിയോ ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിക്കോളൂ, നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരുപാട് കളക്ഷൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ എത്തില്ല. 2 വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും. നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.